നമസ്കാരം. ജോലിക്ക് പോകാൻ തടസ്സമായതിൽ സ്വന്തം കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്ന ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ഉമ്മ എന്താലേ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ കൊന്നിട്ട് വേണോ ഈ ക്രൂരത കാണിക്കാൻ? എത്ര വലിയ ക്രൂരതയാണ് ഈ ഒരു സ്ത്രീ പൊതുസമൂഹത്തിനോട് അല്ലെങ്കിൽ ആ കുഞ്ഞിനോട് ചെയ്തിട്ടുള്ളത്? എന്തായാലും നമുക്ക് ആദ്യം ആ ന്യൂസ് ഒന്ന് കാണാം. ന്യൂസ് കണ്ടതിന് ശേഷം ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ആ ന്യൂസ് ഒന്ന് കാണാം. ആദ്യം പോകുന്നത് പാലക്കാട് ഷൊർണൂരിലേക്കാണ്. അവിടെ ഒരു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ അമ്മ റിമാൻഡിലായിരിക്കുന്നു. കോട്ടയം സ്വദേശി ശില്പയെ പാലക്കാട് ജില്ലാ ജയിലിലേക്ക് മാറ്റി. കുഞ്ഞിനെ കൊന്ന ശേഷം കാമുകനെ ഏൽപ്പിച്ച് രക്ഷപ്പെടാനായിരുന്നു ശ്രമം. കുഞ്ഞു മരിച്ചു, ഞാൻ കൊന്നു, എന്റെ കൈകൊണ്ട്. ശില്പ തന്റെ പങ്കാളിയായ അജ്മലിന് അവസാനം അയച്ച സന്ദേശമാണ്. കോട്ടയം കാഞ്ഞിരം സ്വദേശി ശില്പയുടെയും പാലക്കാട് ഷൊർണൂർ സ്വദേശി അജ്മലിന്റെയും മകളാണ് കൊല്ലപ്പെട്ട ശിഖന്യ. അജ്മലും ശില്പയും കുറച്ചു കാലമായി അകന്നു താമസിക്കുകയായിരുന്നു. തർക്കം മൂക്കുമ്പോൾ പലപ്പോഴും മകളെ കൊല്ലുമെന്ന് ശില്പ അജ്മലിന് സന്ദേശം അയക്കാറുണ്ടായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ എത്തിയ സന്ദേശവും അതേ ലാഘവത്തിൽ തന്നെയാണ് അജ്മൽ എടുത്തത്. എന്നാൽ അപ്പോഴേക്കും ശിഖന്യയ്ക്ക് ജീവൻ നഷ്ടമായിരുന്നു. ജോലിക്ക് പോകാൻ കുഞ്ഞൊരു തടസ്സമായതിനാലാണ് കൊലപാതകം നടത്തിയതെന്ന് ശില്പ പോലീസിന് മൊഴി നൽകി. ആ വാർത്ത കേട്ടില്ലേ? ജോലിക്ക് പോകാൻ തടസ്സമായതിലാണ് ഈ പറയുന്ന ശില്പ സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ടുള്ളത്. എത്രത്തോളം ക്രൂരകൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊക്കെ ജോലിക്ക് പോകാൻ അങ്ങനെ കുഞ്ഞുങ്ങൾ തടസ്സമാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാൻ പറ്റിയ എത്രയോ സ്ഥാപനങ്ങൾ നമ്മളുടെ നാട്ടിലുണ്ട്, ഇല്ലേ? കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് ജോലിക്ക് പോയിക്കൂടെ? അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഡേ കെയർ പോലെയുള്ള സെന്ററുകളിൽ നിങ്ങൾക്ക് ആക്കിയിട്ട് ജോലിക്ക് പോയിക്കൂടെ? എന്തിനാണ് ഒരു ജീവനെ ഇല്ലാതെയാക്കുന്നത്? എത്രയോ അമ്മമാര് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയോ? എത്രയോ അച്ഛനമ്മമാര് പല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ കഴിയാതെ എത്രയോ ആളുകൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു കുഞ്ഞു ജീവൻ നഷ്ടപ്പെടുത്തുന്നത്. അതും വെറും ഒരു ജോലിയുടെ പേരും പറഞ്ഞുകൊണ്ടാണ് ഈ കുഞ്ഞിന്റെ ജീവന് ഇല്ലാതെയാക്കുന്നത്. അപ്പൊ എത്രത്തോളം നീചമായ മനസ്സിന്റെ ഉടമയാണ് ഈ ശില്പ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നമുക്കൊക്കെ കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് എത്രയോ ആഗ്രഹിക്കുന്ന ആളുകളാണ്, അല്ലെ? കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ജീവന് തുല്യമാണ്. കാരണം നമ്മളുടെ കുഞ്ഞിനൊക്കെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല. ഭൂരിപക്ഷം വരുന്ന അച്ഛനമ്മമാരുടെയും അവസ്ഥ അതാണ്. എൻ്റെയൊക്കെ കാര്യത്തിൽ എൻ്റെ കുഞ്ഞിനൊക്കെ എന്തെങ്കിലും ചെറിയ ഒരു അസുഖം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം എനിക്ക് അത്രത്തോളം വിഷമം വരും. കാരണം അത്രത്തോളം നമ്മളൊക്കെ നമ്മളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അല്ലാതെ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് അയിഞ്ഞാടി നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് സ്വന്തം കുഞ്ഞിനെ ഇല്ലാതെയാക്കാതിരിക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുഞ്ഞ് ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്കെങ്കിലും നിങ്ങൾ ആ കുഞ്ഞിനെ കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുക. എന്തിനാണ് ഒരു കുഞ്ഞു ജീവന് ഇല്ലാതെയാക്കുന്നത്? അതുകൊണ്ട് എന്ത് നേട്ടമാണ് നിങ്ങൾ നേടുന്നത്? ഇനി ഈ സമൂഹത്തിൽ ഇവളെ ആളുകൾ കാണുന്നത് ഏത് രീതിയിലാക്കും? ഒരു കൊലയാളി എന്നുള്ള രീതിയിലായിരിക്കും. സ്വന്തം കുഞ്ഞിനെ കൊന്ന കൊലയാളി. ആ ഒരു വാക്ക് ശില്പയുടെ മരണം വരെ ശില്പയെ വേട്ടയാടും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. അതുപോലെയാണ് ഈ പറയുന്ന എല്ലാ ആളുകളും. കൊലപാതകം അത് ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ അടുത്ത് നമ്മൾ കണ്ട മറ്റൊരു ന്യൂസാണ്. മകള് കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയതില് അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ എന്തിന് ഏതിന് പരിഹാരമാണ്? ആത്മഹത്യ എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്നുമുള്ള ഒരു ഒളിച്ചോട്ടമാണ്. ഭീരുക്കളാണ് ആത്മഹത്യ ചെയ്യുള്ളൂ. എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ ധീരമായിട്ട് നമ്മളെല്ലാവരും നേരിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതാണ് ധൈര്യം എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ജീവിതത്തിൽ നമ്മളൊക്കെ പല പരീക്ഷണവും നമ്മളൊക്കെ നേരിടേണ്ടി വരും. അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് വരുന്ന ഈ പരീക്ഷണങ്ങളെ നേരിട്ട് സധൈര്യം നേരിട്ട് അതിനെല്ലാം തരണം ചെയ്ത് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഇതുപോലെ അച്ഛനമ്മമാരെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റ് കാമുകന്മാരുടെ കൂടെ പോകുന്ന മക്കളോട് പറയാനുള്ളത്, അതിനി ആണായിക്കൊള്ളട്ടെ പെണ്ണായിക്കൊള്ളട്ടെ, ഇത്രയും കാലം നിങ്ങളെ പോറ്റി വളർത്തിയ അച്ഛനമ്മമാരെക്കാൾ വലുതാണോ നിങ്ങൾക്ക് ഇന്നോ ഇന്നലെയോ കണ്ടുമുട്ടുന്ന നിങ്ങളുടെ ആൺ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പെൺ സുഹൃത്തുക്കൾ? നിങ്ങളെ ഇത്രത്തോളം വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരെക്കാളും ഒരിക്കലും ഒരാളും നിങ്ങൾക്ക് വലുതല്ല. കാരണം നിങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ളത് നിങ്ങളുടെ അച്ഛനും അമ്മയുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ ഇത്രത്തോളം വളർത്തി വലുതാക്കി രാവെന്നോ പകലെന്നോ ഇല്ലാതെ നിങ്ങൾക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് നിങ്ങളുടെ ജീവൻ ഇത്രത്തോളം നിലനിർത്തി നിങ്ങളെ നല്ല രീതിയിൽ എത്തിച്ചു തന്നിട്ടുള്ളത് നിങ്ങളുടെ അച്ഛനമ്മമാരാണ്. ആ അച്ഛനമ്മമാരാണ് നിങ്ങൾ എപ്പോഴും മുൻഗണന കൊടുക്കേണ്ടത്. ആ അച്ഛനമ്മമാരെ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് മറ്റാരും ഉണ്ടാകാൻ പാടുള്ളൂ.
കാരണം അച്ഛനമ്മമാരെക്കാൾ വലുതായി മറ്റാരും ഇല്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതുപോലെ കുഞ്ഞുങ്ങളെ കൊലക്ക് കൊടുക്കുന്നവരും അതുപോലെ തന്നെ സ്വന്തം അച്ഛനെയും അമ്മയെയും ഇട്ടെറിഞ്ഞു പോകുന്ന മക്കളും നിങ്ങളെല്ലാം ചിന്തിക്കേണ്ടതൊന്നുണ്ട്. നിങ്ങളെല്ലാം നഷ്ടപ്പെടുത്തുന്നത് ജീവനുകളാണ് എന്നുള്ള കാര്യം, മനുഷ്യ ജീവനുകളാണ് എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ഓർക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഇതുപോലെ സ്വന്തം കുഞ്ഞിനെ കൊല്ലാനോ അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതെയാക്കാനോ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കുട്ടികളെ ആവശ്യമുള്ള ആളുകൾക്ക് നൽകിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗം നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകുക. അല്ലാതെ കുഞ്ഞിനെ കൊന്നുകൊണ്ടല്ല നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ടത് എന്ന് കൂടെ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്. ബൈ.